ഹായ്, ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കിൽ ഒരു പ്രോബ്ലവുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. പ്രോബ്ലം എന്താണെന്ന് നോക്കാം. എ, ബി, സി എന്നീ 3 പേർ ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. എ, ബി എന്നിവർ മാത്രം അത് 16 ദിവസങ്ങൾ കൊണ്ട് തീർക്കും. എങ്കിൽ സി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എ പ്ലസ് ബി പ്ലസ് സി അവർ തീർക്കുന്നത് അത് 12 ഡേയ്സ് കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എയും ബിയും തനിച്ച് ചെയ്യുകയാണെങ്കിൽ അവരത് 16 ഡേയ്സ് കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ എൽസിഎം എടുത്താൽ മതിയാവും. നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. എത്രയാണ്? 12ന്റെയും 16ന്റെയും എൽസിഎം എന്ന് പറയുന്നത് 48 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ അവരെടുക്കേണ്ട ടൈം ആണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ 48 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി, ഇവരുടെ 3 പേരുടെയും കൂടി എഫിഷ്യൻസിയാണ്. 48 ഡിവൈഡ് ബൈ 12 എന്ന് പറയുന്നത് 4ഉം അതുപോലെ തന്നെ എയുടെയും ബിയുടെയും തന്നെ എഫിഷ്യൻസി 48 ഡിവൈഡ് ബൈ 16 ആണ് വരുന്നത്. അതിന്റെ ആൻസർ 3 ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് എയും ബിയും സിയും കൂടെയുള്ള വാല്യൂ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് നമുക്ക് 4 ആണെന്നറിയാം. എ പ്ലസ് ബി എന്ന് പറയുന്നത് 3 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 4 മൈനസ് 3 അല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ സി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? ടോട്ടൽ വർക്ക് 48 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് 48 ഡിവൈഡഡ് ബൈ സിയുടെ എഫിഷ്യൻസി ആണ് ഈ പറയുന്ന 1. ദാറ്റ് മീൻസ് 48 ഡിവൈഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 48. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? സി ഒറ്റയ്ക്ക് 48 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ഈ വർക്ക്. ഓക്കെ, താങ്ക് യു. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയ്ക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.